പ്രതീക്ഷയുടെ കിരണമില്ല. ചൊവ്വാഴ്ച രാവിലെ 8:30 ഉണ്ടായ മണ്ണിടിച്ചിലിൽ 10 പേരെയാണ് കാണാതായത്. 7 പേരുടെ മൃതദേഹങ്ങൾ കിട്ടി. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, കാസർഗോഡ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എന്നിവർ അങ്കോലയിലെത്തി രക്ഷാപ്രവർത്തകരെ സഹായിക്കുന്നുണ്ട്. ഒരു 100 മീറ്റർ മണ്ണ് മാറ്റിയ വണ്ടിയുടെ ലൊക്കേഷൻ 100 മീറ്റർ മണ്ണ് മാറ്റാനുണ്ട്. അത് വണ്ടി മറ്റേ ഈ 500 മീറ്ററിന് നടക്കാ വണ്ടിയുള്ളത്. അപകടം നടന്ന സ്ഥലം ഇപ്പോഴും സുരക്ഷാ ഭീഷണി നേരിടുന്നു. എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞു വീഴാം. മഴ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നുവെന്ന് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ. ഹെവി ആയിട്ടുള്ള ഒരു ഡെബ്രിസ് ആണ് നടക്കുന്നത്. കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനകത്ത് ട്രക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിന് വെളിയെത്തിക്കാം. ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല. അകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ടും ഇതിന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. RTOയുടെ 3 ആൾക്കാരുണ്ട്, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്ക് വന്നപ്പോൾ ഈ ധ്യാന ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് ആരോപിച്ച ലോറി ഉടമ മനാഫും രംഗത്തെത്തി. കൂടുതൽ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തെത്തിച്ചപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചെന്ന് മനാഫ്. ഇയാളാരാ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ കേരള ഗവൺമെന്റ് പറഞ്ഞയച്ചതാണ്. അയാൾ വന്ന് അടിയോടടി. ഞാൻ എൻ്റെ ബ്രദറിനോട് അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഓരോ അടി കിട്ടുമ്പോൾ ഒരു പതറിക്കുകയാണ്. ഇന്നെ അടിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.